നമസ്കാരം, ഞാൻ മനോജ് കുമാർ. എയ്സ് ആപ്പിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് വേൾഡ് കപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട വസ്തുതകളെക്കുറിച്ചാണ്. നമുക്കേവർക്കും അറിയാം, വേൾഡ് കപ്പ് ഫുട്ബോൾ ആരംഭിച്ചത് 1930-ലാണ്. 1930-ലെ ആദ്യ വേദി ഉറുഗ്വേ. അന്നത്തെ ചാമ്പ്യന്മാരും ഉറുഗ്വേ തന്നെയാണ്. 1930 ലോകകപ്പ് ഫുട്ബോളിന് തുടക്കം കുറിച്ചു. ആദ്യ വേദി ഉറുഗ്വേ, ആദ്യ ജേതാക്കളും ഉറുഗ്വേ തന്നെയാണ്. എന്നാൽ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ചാമ്പ്യന്മാരായ രാജ്യം ബ്രസീലാണ്, 5 തവണ. അപ്പോൾ വേൾഡ് കപ്പ് ഫുട്ബോളിന് തുടക്കം കുറിച്ച രാജ്യം ഉറുഗ്വേയാണ്. ആദ്യത്തെ ജേതാക്കൾ ഉറുഗ്വേയാണ്. തുടക്കം കുറിച്ച വർഷം 1930. എന്നാൽ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ചാമ്പ്യന്മാരായ രാജ്യം ബ്രസീൽ, 5 തവണ. ഇനി നിലവിലെ വേൾഡ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാർക്ക് നൽകുന്ന ട്രോഫി ദാ ഇവിടെ കാണുന്നു. അതിൻ്റെ പേര് ഫിഫ വേൾഡ് കപ്പ് ട്രോഫി. ചോദ്യം എന്താണ്? നിലവിലെ വേൾഡ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാർക്ക് നൽകുന്ന ട്രോഫി. ആ ചോദ്യം കേൾക്കുമ്പോൾ ചില സംശയങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായേക്കാം. അവിടെ അതിൻ്റെ സംശയം ദൂരീകരണം താഴെയുള്ള പോയിന്റുകളിലൂടെ മനസ്സിലാവും. നിലവിലെ വേൾഡ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാർക്ക് നൽകുന്ന ട്രോഫി ഫിഫ വേൾഡ് കപ്പ് ട്രോഫി. ഫിഫ വേൾഡ് കപ്പ് ട്രോഫി വേൾഡ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാർക്ക് നൽകി തുടങ്ങിയ വർഷം 1974. ശ്രദ്ധിക്കുക, വേൾഡ് കപ്പ് ഫുട്ബോൾ ആരംഭിച്ചത് 1930. എന്നാൽ നിലവിലെ വേൾഡ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാർക്ക് നൽകുന്ന ട്രോഫി ഫിഫ വേൾഡ് കപ്പ് ട്രോഫി. ഫിഫ വേൾഡ് കപ്പ് ട്രോഫി നൽകി തുടങ്ങിയ വർഷം 1974 മുതൽ. എന്നാൽ നിലവിലെ ഫുട്ബോൾ ചാമ്പ്യന്മാർക്ക് നൽകുന്ന ട്രോഫിയായ ഫിഫ വേൾഡ് കപ്പ് ട്രോഫിയുടെ ഭാരം 6.17 കിലോഗ്രാം. തനി തങ്കത്തിൽ തീർത്ത, അല്ലെങ്കിൽ 18 ക്യാരറ്റ് സ്വർണത്തിൽ തീർത്ത, അങ്ങനെ പറയാം, 18 ക്യാരറ്റ് സ്വർണത്തിൽ തീർത്ത 6.17 കിലോഗ്രാം ഭാരമുള്ള ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ട്രോഫിയുടെ ശില്പി സിൽവിയോ ഗസാനിക, ഇറ്റലിക്കാരനായ സിൽവിയോ ഗസാനിക. അപ്പോൾ 1974 മുതൽ വേൾഡ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാർക്ക് നൽകുന്ന ട്രോഫിയാണ് ഫിഫ വേൾഡ് കപ്പ് ട്രോഫി. 18 ക്യാരറ്റ് സ്വർണത്തിൽ തീർത്ത 6.17 കിലോഗ്രാം ഭാരമുള്ള ഈ ട്രോഫിയുടെ ശില്പി സിൽവിയോ ഗസാനിക. എന്നാൽ 1930 മുതൽ 1970 വരെ വേൾഡ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാർക്ക് നൽകിയ ട്രോഫിയുടെ പേര് ജൂൾസ് റിമറ്റ് ട്രോഫി. അതാണ് ഈ ട്രോഫി. 1930 വേൾഡ് കപ്പ് ഫുട്ബോൾ ആരംഭിച്ചത്. എന്നാൽ 1930 മുതൽ 1970 വരെ വേൾഡ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാർക്ക് നൽകിയ ട്രോഫിയാണ് ജൂൾസ് റിമറ്റ് ട്രോഫി. ജൂൾസ് റിമറ്റ് ട്രോഫി എന്ന് പറയുമ്പോൾ അതിലൊരു പേരുണ്ട്, ജൂൾസ് റിമറ്റ്. ഫിഫയുടെ പ്രസിഡന്റ് ആയിരുന്നു ഈ ജൂൾസ് റിമറ്റ്. അതുകൊണ്ടാണ് ആ ട്രോഫിയുടെ പേര് ജൂൾസ് റിമറ്റ് എന്ന് തന്നെ നൽകിയിരുന്നത്. ഈ ജൂൾസ് റിമറ്റ് ട്രോഫിയിൽ ഗ്രീക്ക് ദേവതയായ നൈക്ക് ഒരു പാനപാത്രവുമായി നിൽക്കുന്നതാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1930 മുതൽ 1970 വരെ വേൾഡ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാർക്ക് നൽകിയിരുന്ന ട്രോഫി ജൂൾസ് റിമറ്റ് ട്രോഫി. ഇതിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് ഗ്രീക്ക് ദേവതയായ നൈക്ക് ഒരു പാനപാത്രവുമായി നിൽക്കുന്നതാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. എന്നാൽ ജൂൾസ് റിമറ്റിൻ്റെ നിയമപ്രകാരം 3 പ്രാവശ്യം വേൾഡ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരാവുന്നവർക്ക് ആ ട്രോഫി സ്വന്തമാക്കുവാൻ സാധിക്കുമായിരുന്നു. 1930 മുതൽ നിലവിലുള്ള ഒരു നിയമമായിരുന്നു എന്ത്?
3 പ്രാവശ്യം ചാമ്പ്യന്മാർ ആവുന്നവർക്ക് ട്രോഫി സ്വന്തമാക്കുവാൻ സാധിക്കുമായിരുന്നു എന്നുള്ളത്. അത് ജൂൾസ് റിമറ്റിൻ്റെ നിയമപ്രകാരം ആയിരുന്നു ഈ തീരുമാനം. 3 പ്രാവശ്യം വേൾഡ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരാവുന്നവർക്ക് ട്രോഫി സ്വന്തമാക്കുവാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ 1970 ബ്രസീൽ അവരുടെ 3ാമത്തെ വേൾഡ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരായി. അതോടുകൂടി അവർക്ക് ആ ട്രോഫി സ്വന്തമാക്കുവാൻ സാധിച്ചു. എന്നാൽ ജൂൾസ് റിമറ്റ് ട്രോഫിയുടെ ശില്പി ആരാണ് എന്ന് ഒന്ന് പരിചയപ്പെടാം. ജൂൾസ് റിമറ്റ് ട്രോഫിയുടെ ശില്പി ഫ്രഞ്ചുകാരനായ ആബേൽ ലഫ്ലോർ. ജൂൾസ് 1930 മുതൽ 1970 വരെ നൽകിയിരുന്ന ട്രോഫിയാണ്, വേൾഡ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാർക്ക് നൽകിയിരുന്ന ട്രോഫിയാണ് ജൂൾസ് റിമറ്റ് ട്രോഫി. ആ ട്രോഫിയുടെ ശില്പി ആബേൽ ലഫ്ലോർ. പ്രത്യേകം ശ്രദ്ധിക്കണം, 1930 മുതൽ 70 വരെ വേൾഡ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാർക്ക് നൽകിയ ട്രോഫി ജൂൾസ് റിമറ്റ് ട്രോഫി. 1974 മുതൽ വേൾഡ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാർക്ക് നൽകുന്ന ട്രോഫി ഫിഫ വേൾഡ് കപ്പ് ട്രോഫി. ഫുട്ബോൾ വേൾഡ് കപ്പ് വേദികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമുക്കറിയാം, 2022 കഴിഞ്ഞ 22ാമത് വേൾഡ് കപ്പിൻ്റെ ഫുട്ബോളിൻ്റെ വേദി ഖത്തറായിരുന്നു. 2022 കഴിഞ്ഞ 22ാമത് വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ വേദി ഖത്തർ. അന്ന് ജേതാക്കളായത്, ചാമ്പ്യന്മാരായത് അർജൻറ്റീന. അന്ന് ഫൈനലിൽ പരാജയപ്പെട്ടത് അല്ലെങ്കിൽ റണ്ണേഴ്സ് അപ്പ് ആരായിരുന്നു? ഫ്രാൻസ് ആയിരുന്നു. 2022 22ാമത് ഖത്തർ വേൾഡ് കപ്പിൽ ചാമ്പ്യന്മാർ അർജൻറ്റീന, ഫൈനലിൽ പരാജയപ്പെട്ടത് ഫ്രാൻസ്. എന്നാൽ 2026 23ാമത് വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ വേദി നോക്കൂ, മനോഹരമായ വിഷ്വൽസ്. അമേരിക്ക, മെക്സിക്കോ, കാനഡ. 2026 വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ വേദി അമേരിക്ക, മെക്സിക്കോ, കാനഡ. എന്നാൽ 2030 വേൾഡ് കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യങ്ങൾ 2026 പോലെ സംയുക്ത വേദിയാണ് 2030. 2026 നമുക്കറിയാം സംയുക്ത വേദി അമേരിക്ക, മെക്സിക്കോ, കാനഡ. എന്നാൽ 2030 വേൾഡ് കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യങ്ങൾ സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ എന്നീ രാജ്യങ്ങളാണ്. ഇനി നമുക്ക് 2022 നടന്ന ഖത്തർ വേൾഡ് കപ്പിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. 2022 22ാമത് ഖത്തർ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് വേൾഡ് കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന ആദ്യത്തെ അറബ് രാജ്യത്തായിരുന്നു. എന്ന് വെച്ചാൽ വേൾഡ് കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന ആദ്യത്തെ അറബ് രാജ്യമാണ് ഖത്തർ. ആ ഖത്തർ വേൾഡ് കപ്പ് ഫുട്ബോളിന് വേദിയായത് 2022. അപ്പോൾ വേൾഡ് കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന ആദ്യത്തെ അറബ് രാജ്യമാണ് ഖത്തർ. അതുപോലെ വേൾഡ് കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന 2ാമത്തെ ഏഷ്യൻ രാജ്യവും ഖത്തർ. വേൾഡ് കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന 2ാമത്തെ ഏഷ്യൻ രാജ്യം ഖത്തർ. അതുപോലെ വേൾഡ് കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന ആദ്യത്തെ അറബ് രാജ്യം അതും ഖത്തർ. 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ചാമ്പ്യന്മാർ അർജന്റീന, റണ്ണേഴ്സ് അപ്പ് ഫ്രാൻസ്. 22ാമത് വേൾഡ് കപ്പ് ഫുട്ബോൾ ആയിരുന്നു ഖത്തർ വേൾഡ് കപ്പ്. അന്ന് പങ്കെടുത്ത രാജ്യങ്ങൾ നോക്കൂ, 32. 2022 22ാമത് വേൾഡ് കപ്പ് ഫുട്ബോളിൽ പങ്കെടുത്ത രാജ്യങ്ങൾ 32. 2022 ഖത്തർ വേൾഡ് കപ്പ് ഉദ്ഘാടനം ചെയ്തത് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനി. ഷെയ്ഖ് തമീം അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി, ഖത്തർ ഷെയ്ഖ്. ഇനി 2022 വേൾഡ് കപ്പ് ഫുട്ബോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2022 നവംബർ 20 അൽ ബൈറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു. അൽ ബൈറ്റ് സ്റ്റേഡിയം. ഇനി 2022 നടന്ന 22ാമത് ഖത്തർ വേൾഡ് കപ്പിൻ്റെ ഭാഗ്യചിഹ്നം
നോക്കൂ, ഇബ് ഇവിടെ കാണുന്നുണ്ട്. 2022 ഖത്തർ വേൾഡ് കപ്പിൻ്റെ ഭാഗ്യചിഹ്നം ഇബ്. എന്നാൽ 2022 ഖത്തർ വേൾഡ് കപ്പിൻ്റെ ഒഫീഷ്യൽ സോങ് ഹയ്യ ഹയ്യ എന്നുവെച്ചാൽ ബെറ്റർ ടുഗദർ. 2022 ഖത്തർ വേൾഡ് കപ്പിൻ്റെ ഒഫീഷ്യൽ തീം സോങ് ഹയ്യ ഹയ്യ. എന്നാൽ 2022 വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ പന്തിൻ്റെ ഒഫീഷ്യൽ ബോളിൻ്റെ പേര് അൽ റിഹ്ല. ഒഫീഷ്യൽ ബോൾ 2022 ഖത്തർ വേൾഡ് കപ്പിൻ്റെ ഫുട്ബോളിൻ്റെ ഒഫീഷ്യൽ ബോൾ അൽ റിഹ്ല. എന്നാൽ 2022 ഖത്തർ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഫൈനലിലും സെമിയിലും ഉപയോഗിച്ച പന്ത് അൽ ഹിൽം. ഇവിടെയുണ്ട് അൽ ഹിൽം. ചിത്രം ഇവിടെ കാണാം. 2022 ഖത്തർ വേൾഡ് കപ്പിൻ്റെ ഒഫീഷ്യൽ ബോളാണ് അൽ റിഹ്ല. എന്നാൽ ഫൈനലിലും സെമിയിലും ഉപയോഗിച്ച പന്തിൻ്റെ പേര് അൽ ഹിൽം. വ്യത്യാസമുണ്ട്, മനസ്സിലാക്കുക. 2022 ഖത്തർ വേൾഡ് കപ്പ് ഫുട്ബോളിൽ മിസ് ഗോൾഡൻ ബോൾ എന്ന് വെച്ചാൽ മികച്ച കളിക്കാരനുള്ള പുരസ്കാരം അത് നേടിയത് ലയണൽ മെസ്സി, അർജന്റീന. 2022 ഖത്തർ വേൾഡ് കപ്പിലെ മികച്ച കളിക്കാരനുള്ള പുരസ്കാരമാണ് ഇത് ഗോൾഡൻ ബോൾ. ആ പുരസ്കാരം നേടിയത് അർജന്റീനക്കാരനായ ലയണൽ മെസ്സി. എന്നാൽ 2022 ഖത്തർ വേൾഡ് കപ്പിൽ ഗോൾഡൻ ബൂട്ട്, ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരത്തിന് നൽകുന്ന പുരസ്കാരമാണ് ഗോൾഡൻ ബൂട്ട്. ഈ ബഹുമതി ലഭിച്ചത് കിലിയൻ എംബാപ്പെ, ഫ്രാൻസുകാരനാണ്. ഫ്രാൻസുകാരനായ കിലിയൻ എംബാപ്പെ ആണ് ഗോൾഡൻ ബൂട്ട് പുരസ്കാരം 2022 വേൾഡ് കപ്പ് ഫുട്ബോളിൽ നേടിയത്. എന്നാൽ മികച്ച ഗോൾ കീപ്പർക്ക് നൽകുന്ന പുരസ്കാരമായ ഗോൾഡൻ ഗ്ലൗ 2022 വേൾഡ് കപ്പ് ഫുട്ബോളിൽ നേടിയത് എമിലിയാനോ മാർട്ടിനസ്, അർജന്റീനക്കാരനായ ഫുട്ബോൾ താരം. 2022 ഖത്തർ വേൾഡ് കപ്പിലെ മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരമായ ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം നേടിയത് എമിലിയാനോ മാർട്ടിനസ്, അർജന്റീന. എന്നാൽ 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം നേടിയത് എൻസോ ഫെർണാണ്ടസ്, അർജന്റീന. എൻസോ ഫെർണാണ്ടസ് 2022 വേൾഡ് കപ്പ് ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ മികച്ച യുവതാരത്തിനുള്ള ബഹുമതി നേടിയത് എൻസോ ഫെർണാണ്ടസ്, രാജ്യം അർജന്റീന. ഇനി നമുക്ക് നേരെ 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. 2026 23ാമത് ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ 3 രാജ്യങ്ങളിലായിട്ട് അരങ്ങേറുന്നു. അമേരിക്ക, മെക്സിക്കോ, കാനഡ. 2026 വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ 48 രാജ്യങ്ങൾ. 3 രാജ്യങ്ങളിലായിട്ട് അരങ്ങേറുന്നു. ഏതൊക്കെ രാജ്യങ്ങൾ? അമേരിക്കയുണ്ട്, മെക്സിക്കോ ഉണ്ട്, കാനഡയുണ്ട്. 3 രാജ്യങ്ങളിലായിട്ട് അരങ്ങേറുന്ന 23ാമത് എന്ന് വെച്ചാൽ 2026 വേൾഡ് കപ്പ് ഫുട്ബോളിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ 48. ഇതിൻ്റെ ഒഫീഷ്യൽ സോങ് ഡായ് ഡായ്. ഇത് ആലപിച്ചത് കൊളംബിയൻ ഗായിക ഷാക്കിറ, നൈജീരിയൻ ഗായകൻ ബുർണ ബോയ്. അപ്പോൾ 2026 വേൾഡ് കപ്പ് ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ഒഫീഷ്യൽ സോങ് ഡായ് ഡായ്. എന്നാൽ ഈ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ഒഫീഷ്യൽ ബോൾ, ഒഫീഷ്യൽ നെയിം എന്നൊക്കെ പറയാം, അഡിഡാസ് ട്രയോണ്ട, അഡിഡാസ് ട്രയോണ്ട. എന്നാൽ 2026 23ാമത് വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ഭാഗ്യചിഹ്നം നോക്കൂ, ക്ലച്ച് എന്ന് പറയുന്നത് അമേരിക്കയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഉള്ള ഭാഗ്യചിഹ്നമാണ്. നേരത്തെ പറഞ്ഞല്ലോ, 3 രാജ്യങ്ങളാണ് സംയുക്ത വേദി. ഓരോ രാജ്യങ്ങളിൽ വെച്ച് നടക്കുമ്പോൾ ഒരു ഭാഗ്യചിഹ്നം ഉണ്ടാകും. ഇവിടെ എന്താ, 3 രാജ്യങ്ങൾ സംയുക്ത വേദിയാണ്. അപ്പോൾ ഓരോ രാജ്യങ്ങളും അവരുടേതായ ഭാഗ്യചിഹ്നം ഇവിടെ നൽകിയിരിക്കുന്നു. അപ്പോൾ 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുമ്പോൾ 3 ഭാഗ്യചിഹ്നമുണ്ട്. അതിൽ ഒന്ന് US-ൻ്റേത് ക്ലച്ച്, നെക്സ്റ്റ് വൺ മെക്സിക്കോ, അവരുടേത് സായു, നെക്സ്റ്റ് കാനഡ മാപ്പിൾ. ആ ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
2026 വേൾഡ് കപ്പ് ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ഭാഗ്യചിഹ്നങ്ങൾ ക്ലച്ച്, സായു, മാപ്പിൾ. ക്ലച്ച് US-ൻ്റേത്, സായു മെക്സിക്കോയുടേത്, മാപ്പിൾ കാനഡയുടേത്. ഇനി ഈ 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2026 ജൂൺ 11. ഉദ്ഘാടന മത്സരം നടന്നത് മെക്സിക്കോ സിറ്റിയിലെ ആസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ. 2026 ജൂൺ 11 മെക്സിക്കോ സിറ്റിയിലെ ആസ്റ്റെക്ക സ്റ്റേഡിയത്തിലായിരുന്നു 2026 വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ഉദ്ഘാടന മത്സരം നടന്നത്. എന്നാൽ ഫൈനൽ മത്സരം അരങ്ങേറുന്നത് ന്യൂയോർക്കിലെ ന്യൂജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ എന്ന് 2026 ജൂലൈ 19. 2026 ജൂലൈ 19 ന്യൂയോർക്കിലെ ന്യൂജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ. അപ്പോൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ട 2026 ഫിഫ വേൾഡ് കപ്പിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എവർക്കും നന്ദി, നമസ്കാരം.